കോക്കനട്ട് മിൽക്ക് ബിരിയാണി. യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും തയ്യാറാക്കുന്ന വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണൂ, സപ്പോർട്ട് ചെയ്യും. വളരെ ഈസി ആയിട്ട് കോക്കനട്ട് മിൽക്ക് ബിരിയാണി നമുക്ക് തയ്യാറാക്കാം. ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. തേങ്ങ മിക്സിയിൽ അടിച്ച് പിന്നെ ഇതിനെ ചണ്ടി എടുത്ത് കളഞ്ഞ് പാല് മാത്രമാക്കി എടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് തേങ്ങാപ്പാൽ നമുക്ക് വേണം. തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ഇതിൽ ബിരിയാണിയുടെ മസാലകളെല്ലാം ഒരു പേസ്റ്റ് ഉണ്ടാക്കണമല്ലോ, ആ പേസ്റ്റ് റെഡിയാക്കാം. ലേശം പെരുംജീരകം, അതിലേക്ക് മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് പേസ്റ്റ് രൂപേണ അരച്ച് വയ്ക്കാം. എല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായി ചതക്കുകയാണെങ്കിൽ ചതച്ചാലും മതി, ഇല്ലെങ്കിൽ നന്നായിട്ട് അരയ്ക്കുക. എങ്ങനെയായാലും വേണ്ടില്ല, ഒറിജിനലായിരിക്കണം മാത്രം. പേസ്റ്റ് ഉപയോഗിക്കുന്നതൊക്കെ എത്രയോ നല്ലതാണ് ഒറിജിനലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഓരോ ടീസ്പൂൺ വീതം ഗരം മസാലപ്പൊടിയും ബിരിയാണി മസാല ഓരോ ടീസ്പൂൺ മതി, അധികം വേണ്ട. തയ്യാറാക്കുന്നത് ഈ കുക്കറിലാണ്. ഞാൻ 1 ഗ്ലാസ് റൈസാണ് ഉപയോഗിക്കുന്നുള്ളൂ. അതിനുള്ള യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ തയ്യാറാക്കും. നമുക്ക് വീട്ടിൽ എല്ലാവർക്കും കൂടി ഒരു ചെറിയൊരു റൈസ് ഉണ്ടാക്കി ഒറ്റയ്ക്ക് 1-2 ആൾക്കാരുള്ളെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് കോക്കനട്ട് മിൽക്ക് ബിരിയാണി. കാരണം നാട്ടിൽ നാളികേരത്തിന് യാതൊരു ക്ഷാമവുമില്ല. അതുകൊണ്ട് എപ്പോഴും നാളികേരം വീട്ടിലുണ്ടാവും. അപ്പോൾ കുറച്ച് റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ബസുമതി റൈസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കണ റൈസ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടേണ്ടത്. 1 ഗ്ലാസ് 1.5 ഗ്ലാസ് എന്നുള്ളത് 2 ഗ്ലാസ് ആക്കണം, അത്രയേ ഉള്ളൂ. വേവ് കൂടുതലല്ലേ നമ്മൾ സാധാരണ റൈസിന്. അതുകൊണ്ട് റൈസ് സാധാ റൈസാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞാൻ ബസുമതി റൈസ് ആവുകൊണ്ട് 1.25 കപ്പ് പാലാണ് ഉപയോഗിക്കുന്നുള്ളൂ, തേങ്ങാപ്പാൽ. ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് തയ്യാറാക്കുന്നത്. ഇനി നെയ്യിൽ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നെയ്യ് ഉപയോഗിക്കാൻ ടേസ്റ്റ് കൂടും. ഞാൻ നെയ്യ് ലേശം ലാസ്റ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ആദ്യം നമുക്ക് ബിരിയാണി കൂട്ട് ഇടാം. അതിൽ കൂടെ കിസ്മിസ്, കാഷ്യൂനട്ട്, ബദാം. ഇതിലേക്ക് സവാളയും കൂടി ചേർക്കുക. സവാള ഗോൾഡൻ കളർ ആവുന്ന കൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ആക്കിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടേ ഉള്ളൂ. മസാലകളുടെ പച്ചമണം പോയാൽ മതി, നന്നായി ഫ്രൈ ആവുന്നതുകൊണ്ട് പച്ചമണം പോയാൽ മതി. അതുമാതിരി സവാള ഗോൾഡൻ കളർ ആവേണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. നല്ല മണം വരുന്നുണ്ട് കേട്ടോ.
ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മതി ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി മതി. ഇനി നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി അതിലേക്ക് റൈസ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ, ഇതിലേക്ക് തക്കാളി വഴറ്റേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചേർക്കുക ചെയ്യും. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിട്ടിട്ട് ഇളക്കി പാകമാണെന്ന് നോക്കണം. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, ലേശം കൂടി ഇടാം. കണ്ടോ, ഇനി പാല് കട്ട പിടിക്കുകയോ അങ്ങനെയുള്ള ഡൗട്ടൊന്നും വേണ്ട. പാൽ ഇതുണ്ട്, നമ്മൾ ഒഴിച്ച അതേ പാൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ്. ഇത് ആദ്യം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. ഇനി നിങ്ങൾക്ക് നെയ്യ് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നെയ്യ് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ആരും അത്ര നെയ്യ് അങ്ങനെ മെഴുക്കധികം ഉപയോഗിക്കാത്തതുകൊണ്ട് ലാസ്റ്റ് സ്മെല്ലിന് മാത്രമാണ് ഉപയോഗിച്ചത്. ഇനി നമുക്കത് അടച്ചു വയ്ക്കുക. ഒറ്റ വിസിൽ. ഇനി അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ കൂട്ടെല്ലാം അതിൽ റെഡിയായി. ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അടച്ചു വെച്ച ഒറ്റ വിസിൽ. ഒറ്റ വിസിലേ വരുന്നുള്ളൂ. നമ്മുടെ കോക്കനട്ട് മിൽക്ക് ബിരിയാണി റെഡി. ഒരു വിസിൽ വന്നു. കുക്കർ ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എയർ പോയതിന് ശേഷം അപ്പം തന്നെ തുറന്ന് നന്നായി ഇളക്കി റെഡിയാക്കി വെക്കണം. ഇല്ലെങ്കിൽ പിന്നീടത് വേവ് കൂടുതലായി പോവും. പിന്നെ അത് ഒന്ന് ആറിയതിന് ശേഷം കഴിക്കുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഒലർന്ന് കിട്ടും. വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പം തന്നെ ഇത് ഇളക്കി വയ്ക്കാം. ഇനി ഒന്ന് ആറുന്നത് വരെ ഈ ലീഫൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് എടുത്ത് കളയാം. നന്നായിട്ട് ആറട്ടെ. ഇനി ഒന്ന് ആവി പോയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ബിരിയാണി
ഇതിൻ്റെ കൂടെ നമ്മൾ ബിരിയാണിയുടെ കൂടെ കൂട്ടുന്ന എല്ലാ ഐറ്റംസും ഇതിൽ ചേർക്കാം, കഴിക്കാം. കാണണം, വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. വീട്ടിൽ നമ്മുടെ സാധാരണ നാട്ടുകളിൽ നാളികേരത്തിന് യാതൊരു ക്ഷാമവും ഇല്ല. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. ബിരിയാണി നമ്മൾ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയൊക്കെ അപ്പുറത്തിരിക്കും. അതിനേക്കാൾ ടേസ്റ്റാണ് കോക്കനട്ട് മിൽക്ക് ബിരിയാണി.